ആ മുത്തശ്ശി ഊണൊക്കെ കഴിഞ്ഞോ? ഊണൊക്കെ കഴിഞ്ഞ് ഒന്ന് കിടന്നുറങ്ങി. കുറച്ച് കൊണ്ടാട്ടമുളകിന്റെ മുളക് കിട്ടാണ്ടായിരുന്നു. ഇനി കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ കുറച്ച് മല്ലി സാമ്പാർ പൊടി കൊടുക്കാണ്ട്. അപ്പൊ ഇനി മല്ലി മുളകൊന്ന് വറുത്ത് വെച്ചാൽ ചൂടാ പൊടിക്കാറാകുമ്പോഴേക്ക് ചൂടാറിക്കോളും. എന്നിട്ട് കുറച്ച് മുളകും കൂടി കുത്തിയിരിക്കാൻ. അതെ, മല്ലിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കല്ലേ. എണ്ണ ഒഴിക്കോ വറക്കുമ്പോ? കുറച്ച് എണ്ണ ഒഴിക്കും. നമ്മൾ കൊടുക്കാനുള്ളത് നൈസായി മില്ല് കൊണ്ട് പൊടിപ്പിക്കില്ലേ, അതിനാണ് ഈ എണ്ണ ഒഴിക്കേണ്ട. ഇത് നമ്മള് വീട്ടാവശ്യം പോലെയൊക്കെ ഒഴിക്കില്ലേ, അപ്പൊ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും എണ്ണ ഒഴിച്ചിട്ട്. അതെ അല്ലേ, വറുത്തിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോ എത്ര കിലോ മുത്തശ്ശി ഇപ്പൊ സാമ്പാർ പൊടി ഉണ്ടാക്കണം? 1.5 കിലോനൊക്കെ ഉണ്ട്. അതെ അല്ലേ, കുറച്ച് ആൾക്കാർ ആവശ്യപ്പെട്ടുള്ളൂ. പിന്നെ കൊറേ ആൾക്കാർക്ക് ഇതിന്റെ മുമ്പ് കൊടുത്തൂലോ. അതെ അതെ. ഇത് മുളക് അല്ലേ, മുളക് കടലപ്പരിപ്പ്. കടലപ്പരിപ്പ് മുത്തശ്ശി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൊണ്ടാട്ട മുളകിനുള്ള മുളക് കുത്താൻ വേണ്ടിയിട്ട് മുത്തശ്ശി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വാങ്ങയില്ലേ, പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ കോരി ഇടുകയുണ്ട്. എളുപ്പമുണ്ട് അല്ലേ. ഇതിൽ എന്തൊക്കെയാ മുത്തശ്ശി കൂട്ടാറുള്ളത്? ഒരുമിച്ച് തന്നെ നിറാവും അല്ലേ. ശരി, അങ്ങനെ. നമ്മുടെ മല്ലി റെഡി ആയിട്ടുണ്ട്. കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കട്ടെ. ഓക്കെ. വെളിച്ചെണ്ണ കൊടുക്കുന്നു. കടലപ്പരിപ്പ് ഇതേപോലെ ബ്രൗൺ നിറാവണോ? വല്ലാതെ അവിടേക്ക് ഇനി കുറച്ച് മുളക് ഇട്ട് കൊടുക്കും. അപ്പോഴും ഒരു കറി വരുമല്ലോ. അതെ അതെ. എന്താ മുത്തശ്ശി? മുളകൊക്കെ നോക്കി വെച്ചതാണ്. വറവിന്റെ സ്വാദ് വരാൻ വേണ്ടിട്ട് ഇതൊന്നിട്ട് ശരിയാക്കിട്ട് ഗ്യാസ് വെക്കാം. പിന്നെ ആ ഉള്ളി നല്ല ചൂടുള്ളതല്ലേ, അതിൽ കിടന്നായിക്കോളൂ അല്ലേ. അപ്പൊ പിന്നെ കലകലാന്നായിക്കോളൂ സൗണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ ഇട്ട് കുറച്ചു നേരം കഴിഞ്ഞാൽ ഗ്യാസ് ഓഫാക്കും. അപ്പൊ ഇത് ഇതിൽ കിടന്നിട്ട് ആ ചൂടില്ല, ഉള്ളി നല്ല കുറച്ചു നേരം നല്ല ചൂട് കിട്ടില്ല. അപ്പൊ അതിൽ കിടന്ന് കലകലാന്നായിക്കോളൂ. പിന്നെ നമുക്ക് പൊടിക്കാം അല്ലേ. പിന്നെ ചൂടാറിയിട്ട് പൊടിക്കാം. അതാ മുളക് ഇട്ട് പൊടിക്കുന്നത്. ഇപ്പൊ രാവിലെ നല്ല മഞ്ഞും രാവിലെ കഴിഞ്ഞാ ഭയങ്കര ചൂടല്ലേ മുത്തശ്ശിയെ? കുറവാ. കാരണം മുത്തശ്ശി നേരത്തെ നിൽക്കുന്ന ആളായോണ്ട് മുത്തശ്ശിയോട് വെച്ചിട്ടേ കാര്യമുള്ളൂ. കാലിന് വേദനയൊക്കെ വരും. അതെ അതെ. അപ്പൊ നല്ല മഞ്ഞുണ്ടെങ്കിൽ കാൽവേദന അറിയാൻ വരെ. പിന്നെ കുഴപ്പമൊക്കെ പറ്റിട്ടാണ്. അപ്പൊ അറിയാം, നല്ല മഞ്ഞുണ്ടെങ്കിൽ അറിയാം കാൽവേദന തുടങ്ങിയ അന്ന് നല്ല മഞ്ഞുള്ള ദിവസമാണ്. കാലുവേദനയാണ് സിഗ്നല് അല്ലേ? അതെ അതെ. അതൊന്നും 2 മണി 3 മണി മുത്തശ്ശി ഉണരും. അപ്പൊ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ മഞ്ഞത്ര ഇല്ല. പിന്നെ വിളിച്ചാൽ അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കാലുവേദന തുടങ്ങും. കാലുവേദന മുട്ടുവേദനൊക്കെ. അത് മുത്തശ്ശിക്ക് നാപ്പം നിൽക്കാനാ വയ്യ. അതെ. ഇപ്പൊ ഗ്യാസ് ഓഫാക്കട്ടെ കേട്ടോ. ഞാൻ ഇതിൽ കിടന്നായിക്കോളൂ അല്ലേ. ഇതിൽ കിടന്നാവും. കറിവേപ്പിലയും കായൊക്കെ ഉണ്ടാവും മുത്തശ്ശി ഇതില്. അല്ല, ഇതില് കായം പിന്നെ മത്തി പൊടിച്ചത് കൂട്ടി ശരിയാക്കി. പിന്നെ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി. കറിവേപ്പില ഇടുവോ? കറിവേപ്പില ഇടാറുണ്ട്. കറിവേപ്പില നൈസ് പൊടിയാകുമ്പോൾ ഇടും അല്ലേ. ഇത് നമ്മള് നാളികേരം വറക്കണേന്റെ കൂട്ടത്തില് അരക്കാനുള്ളതായോണ്ട് കറിവേപ്പില ഇടുന്നില്ല അല്ലേ. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോ കറിവേപ്പില. ശരി. അതെ അതെ.
ഇവിടെ കിടന്നാവട്ടെ. ആയിക്കോട്ടെ, എന്നാ ശരി മുത്തശ്ശി. ഇത് ചൂടാറിയതിനു ശേഷം നമുക്ക് പൊടിച്ചതിന് ശേഷം കാണിക്കാം അല്ലേ. അങ്ങനെ അച്ഛൻ കൊറിയറൊക്കെ കൊണ്ടു കൊടുക്കാൻ പോവാണ്. ബാക്കി അതിന്റെ ഉള്ളിൽ വെച്ച് നോക്കൂ, സ്കൂട്ടറിന്റെ ഉള്ളിൽ. അമ്മേ, അമ്മ ഗ്ലാസ് ഒക്കെ ഒതുക്കി വൃത്തിയാക്കുകയാണോ? അതെ, ഇതിന് എനിക്ക് ബാക്കി മുഖത്ത് തേക്കാനുള്ളതാണ്. ഇതാകുമ്പോ നമ്മള് വെയിലേറ്റ് വന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ മുഖത്തെ കറുത്ത പാടുകളും കരുവാളിപ്പും ഒക്കെ മാറി കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. ആ അതെ 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 അതെ. പിന്നെ ഇത് നമ്മൾ ആവി പിടിക്കണത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാട്ടോ, ആവി പിടിക്കണ മെഷീൻ. കാരണം ഇവിടെ ഉണ്ടായിരുന്നു പണ്ടിങ്ങനെ ഓരോരുത്തർ കൊണ്ടുത്തരുന്നേ. ആ ബാഗൊക്കെ തൂക്കി കൊണ്ടുത്തരും. ആ എന്നിട്ട് അതെന്ത് ചെയ്തു, പിന്നെ അത് കേടുവന്നു. മുഖം അതെ, മുഖത്തേക്ക് പിടിക്കാം. പിന്നെ മൂക്കിന് മാത്രം വെച്ചാൽ മൂക്കിന് മാത്രം പിടിക്കാം. കാരണം എന്നും മുഖം ആവി കൊള്ളിക്കണത് നല്ലതല്ലേ. ജലദോഷമൊക്കെ ഉണ്ടാകുമ്പോ ഇവിടെ മാത്രം പിടിച്ചാൽ മതി. മുഖത്താകുമ്പോ ഇവിടെ നമ്മളെ എന്താ പറയാ, ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവങ്ങൾ കൂടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ മാത്രം മുഖത്ത് മാത്രം. അതാണ് ഇങ്ങനത്തെ ഒരു പ്രത്യേകത, വലിയൊരു പാത്രം. പിന്നെ അതുപോലെ തന്നെ മറ്റിതും ഉണ്ടല്ലോ അമ്മേ, എന്താ മുടിക്ക് ആവി പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതും. കുഞ്ഞാവ അവിടെ ഭയങ്കര പണിയില്ലാട്ടോ അമ്മേ. പോയോക്കിയാലോ. മുത്തശ്ശി സാമ്പാർ പൊടി പൊടിച്ചോ അമ്മേ? പൊടിച്ചോ? ആണോ? എന്നാ പൊടിച്ചതും കൂടെ എടുത്തോണ്ടായിരുന്നു അല്ലേ? ആ ഇന്ന് നമുക്ക് കൊറേ ഡെലിവറി ചെയ്യാൻ വേണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇവിടെ അങ്ങനെ ആകെ മെസ്സി ആയിട്ട് കിടക്കണ കേട്ടോ. ആ അതെ, അതൊക്കെ അതാ കുഞ്ഞാവ് എടുത്ത് കളിക്കണു. കൊണ്ടാട്ടമുളക്, എണ്ണ, ദോശപ്പൊടി, കുഞ്ഞാവേ മേല് കഴുകിയോ? അംഗൻവാടി പോയി വന്നിട്ട് മേല് കഴുകിയോ? ഇല്ലേ? വെറുതെ പറയാണ് കേട്ടോ, മേല് കഴുകിട്ടല്ലേ. അതിനാ മേത്തത്തെ ചളിയൊക്കെ നല്ല പോയിട്ടുണ്ട്. ഒന്ന് വെളുത്തന്നെ കുഞ്ഞാവ നിറം വെച്ചു. ഇന്ന് അടുക്കള നല്ല ക്ലീൻ ആക്കി നമ്മളെപ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് ഉച്ചയ്ക്ക് അധികം പണി ഉണ്ടായിരുന്നില്ല, അമ്മക്ക് കൊറിയറൊക്കെ ഉള്ളായിരുന്നു. അതെ അതെ, ഇതാ അമ്മേനെ ക്ലീനാക്കാൻ സഹായിക്കണ്ട അവിടെ ഇരുന്നിട്ടോ. ഇരട്ടി പണിയാക്കുവോ. ആ ക്യൂടെക്സ് ഉണ്ട് ഇന്ന്. ആ അതെ അതെ, മാള് ട്യൂഷന് പോയി. വെക്കാം. ആ അതെ. അമ്മ എന്നാലേ സാമ്പാർ പൊടി ഒന്ന് കൊണ്ടുവോ? മുത്തശ്ശി, അപ്പൊ നേരത്തെ നമ്മള് പൊടിക്കണ വരെ കാണിച്ചുള്ളൂ. അതെ, ഇതിലിനി എല്ലാം കായൊക്കെ കൂട്ടിയോ? കായം മാത്രമേ ഇനി കൂട്ടി ഇളക്കാള്ളൂ, ബാക്കി മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടോ? ആ അപ്പൊ ഇതാണ് കേട്ടോ നമ്മള് സാമ്പാർ പൊടി, മുത്തശ്ശി സ്പെഷ്യൽ സാമ്പാർ പൊടി. ഇത് നൈസ് അല്ലല്ലോ അല്ലെ, തരി തരി. ആ ശരിയാ, അങ്ങനെ ഉണ്ടല്ലോ അല്ലേ. അപ്പൊ ഇനി മുത്തശ്ശിക്ക് നീ വേറെന്താ പണിയുള്ള? മുളകിന്റെ മുളകിന്റെ പണിയുണ്ട്. ആ കഴിഞ്ഞിട്ട് കുറച്ച് പാല് വാങ്ങിക്കൊണ്ടിരുന്ന പച്ചപ്പുളി തിളപ്പിച്ച് വെച്ചിട്ട് പിഴിഞ്ഞെടുക്കണം. നാളെ അത് ഉപ്പും ഒക്കെ ഇന്നിപ്പോ ഉറവിട്ട് വെച്ചാല് പാല് ഉറവിട്ട് വെച്ചാൽ നാളേക്ക് തൈരാവൂല്ലോ. പുളി മറ്റേ കൊണ്ടാട്ടത്തിന് തന്നെ പച്ചപ്പുളി കിട്ടിയില്ലേ? അതെ അല്ലേ, നല്ല ടേസ്റ്റ് ആണ്. കൊണ്ടാട്ടമുളക്. കൊണ്ടാട്ടമുളകില് കുറച്ച് മോരില് കുറച്ച് പച്ചപ്പുളി പിഴിഞ്ഞ് വെച്ചാല് നല്ല ടേസ്റ്റാ. പറഞ്ഞാൽ മോര് മാത്രം മതി, വേഗം പിരിപിരിയായി ഉണങ്ങി കഴിഞ്ഞാൽ പോവില്ലേ. ആ ശരി, ആകുമ്പോ കുറച്ചും കൂടി നല്ല പച്ചപ്പുളി ഉപ്പും കൂട്ടി കഴിക്കുക. അത് തന്നിണ്ടല്ലോ ഇവിടെ. ആ ഉണ്ടേ. ആ കുഞ്ഞിപ്പെണ്ണെ, അതെ അതെ. പണ്ടൊക്കെ വെറും പച്ചപ്പുളി ഇങ്ങനെ പിഴിഞ്ഞിട്ട് മോര് വെച്ച് കൂട്ടാൻ വെക്കില്ല, ആ ടേസ്റ്റ് കിട്ടി. ആ നാളികേരം നീരൊക്കെ അരച്ചു കിട്ടും, കഷ്ണമൊന്നും ഇല്ലാതെ. പച്ചപ്പുളി അരച്ചാതി, പച്ചപ്പുളി വേവിച്ചിട്ട്. ആ പിന്നെ നാളികേരം നമുക്ക് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാലോ. ആ അതെ. ആ
പക്ഷെ പണ്ടത്തെ സാധനം ഒരു സാധനം കിട്ടിക്കോളന്നില്ല. എന്നാലും നാളികേരത്തിന് തന്നെ മാറ്റമുണ്ടല്ലോ. പിന്നെ എന്താ വെച്ചാ പണ്ടൊക്കെ കുഞ്ഞിപ്പുളി ഇതന്നെ പച്ചപ്പുളി വലുതായി ആ ചെറുത് എന്തോ ടേസ്റ്റ് ആവും. ഇത്രേ ഉണ്ടാവുള്ളൂ. മധുരമുള്ള ആദ്യം ഉണ്ടായി പൂവൊക്കെ കൊഴിഞ്ഞ് കുറച്ചുണ്ടാവും. അങ്ങനെ അപ്പൊ ഇതിനൊരു കൊഴുപ്പുണ്ടാവും. അതും ചീനവളം കൂടി ഉപ്പും കൂടി കൂട്ടിയിട്ട് തന്നെ എന്ത് ടേസ്റ്റാണ്. ഞാനങ്ങനെ കൊറേ കഴിച്ചിട്ട് അവിടെ വലിയൊരു വാങ്ങുമ്പോൾ മിറ്റത്തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കൊറേ എന്റെ കല്യാണത്തിന്റെ കൊറേ മുമ്പേ അത് വിറ്റപ്പോ തന്നെ അന്ന് തന്നെ 10,000 രൂപയ്ക്ക് വിറ്റ പുളിയാണ്. ഇപ്പൊ ലക്ഷക്കണക്ക് കിട്ടുക അങ്ങനത്തെ ഒരു പുളിയുണ്ട്. ഇപ്പൊ സാധനമില്ല. അന്ന് അങ്ങനെ കൊടുക്കണ്ടായി. ഇത് കൊറേ വിറകൊക്കെ അവർക്കേ വേണ്ട. ഞങ്ങൾക്ക് എത്ര വിറകാ തന്നതെന്ന് വെച്ചിട്ട് അങ്ങനത്തെ കഥകളുണ്ട്. കഥകളൊക്കെ ഉണ്ട്. പിന്നാമ്പറ കാഴ്ച എന്ന് പറയണ പോലെ പറഞ്ഞില്ലേ? അത് പറഞ്ഞിട്ടില്ല ആ കഥ. പിന്നെ അടുത്തുള്ളവരൊക്കെ അവിടെ ഈ പുളി ഉള്ളത് കൊണ്ടാണ് ഒരു വീട്ടിൽ എവിടെ ചെന്നാലും ഉണ്ടാവും അവിടുത്തെ പുളിയ ഉണ്ടാവുക. എന്താ വെച്ചാൽ ചിലവരുണ്ടായി അറിയോ കാറ്റൊക്കെ ഇങ്ങനെ രാത്രി കാറ്റൊക്കെ ഉണ്ട്. രാവിലെ നേരത്തെ ഞങ്ങൾ നീക്കുന്നതിന്റെ മുമ്പേ ചിലപ്പോൾ രാവിലത്തൊക്കെ ഉണ്ടാവുമല്ലോ. എന്നിട്ട് വന്നിട്ട് പിന്നെ അനൂപിന്റെ അച്ഛല്ലേ എന്റെ ഏട്ടൻ. അപ്പൊ ഏട്ടൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. അത് ഇപ്പൊ ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. സിയാത്തില് ജോലിയൊക്കെ ആയിട്ടുണ്ടായി. ഇത് വന്നിട്ട് അവര് അമ്മ എന്നിട്ട് രാവിലെ നേരത്തെ നീട്ടിട്ട് ഇങ്ങനെ കണ്ണ് കാണും കാണില്ലാന്നേ ആവുള്ളൂ. എന്നിട്ട് പുളി പെറുക്കിക്കൊണ്ടുപോയി. അപ്പൊ അമ്മു ഇതിനെ പറ്റി കൊറേ കഥകളുണ്ട്. രാത്രി ഒരു 7 മണി കഴിഞ്ഞാൽ എന്താ മുത്തശ്ശൻ എന്റെ അച്ഛൻ പിന്നെ എന്താ വെച്ചാല് അങ്ങനെ ഇരുത്തു. എല്ലാരും ഓട് കളഞ്ഞോളം നിർബന്ധമാണ്. അന്ന് കിലോ എത്ര ഒരു അന്ന് വെള്ളിക്കോലാണ് തൂക്കാൻ. ഇപ്പോഴത്തെ വെച്ചല്ല. അതില് തൂക്കിയിട്ട് ഓരോരുത്തർ 2 കിലോ 10 കിലോ അങ്ങനെ പിന്നെ ഇങ്ങനെ തൂക്കി കൊണ്ടുപോകും. അതൊരു ബിസിനസ് പോലെയായിരുന്നു അന്നച്ഛന്. പക്ഷെ അത്രയും പുളിയുണ്ടേ. നടികൾ അങ്ങനെ പടന്നു പിടിച്ചൊരു പുളിയായിരുന്നു. പിന്നെ കൊറേ കഴിഞ്ഞപ്പോ അതിനെന്തോ ഒരു കേടൊക്കെ വരുണ്ടായി. ചിലപ്പോ പകുതിയൊക്കെ പുളി ഇട്ട് എന്തായാലും പറയാ അങ്ങനെ കറുത്ത കളറല്ല. അപ്പൊ ചിലവ് പറഞ്ഞത് കറുപ്പൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഇപ്പാരും പുളി ഓട് കളയാൻ പറഞ്ഞ ഓട് കളയും. പുളിന്റെ തോടല്ലേ? തോട് കളയും. കുത്താങ്ങനെ ഞങ്ങളോട് പറയാറില്ല. അമ്മയോ പിന്നെ അവിടെ അടുത്ത് അന്ന് ജോലിക്കാരിയൊക്കെ ഉണ്ടാവില്ലൊക്കെ ചെയ്യും. അതെല്ലേ ഓർമ്മല്ലേ അങ്കമാലിന്ന് നമ്മളെ രാത്രി തറവാട്ടിൽ താമസിക്കുമ്പോ അല്ല ഞാൻ അന്ന് ഞാൻ 4-5 പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്. അന്നതല്ല അന്ന് കുറച്ചൊന്നല്ലേ. അന്ന് ഓടോടൊക്കെ കുരു കുത്താതെ കൊടുക്കും കൊറേ. പിന്നെ ഉരുള വെച്ചിട്ട് കൊടുക്കും കൊറേ. അതല്ല നമ്മളെ അങ്കമാലി ആകുമ്പോ തറവാട്ടിൽ ഓർമ്മയില്ലേ ചെറിയമ്മയും കൊച്ചെ ഇന്നിപ്പോ ഞാൻ ദേവികനോട് പറഞ്ഞുള്ളത് എല്ലാരും കൂടെ അങ്ങനെ ഇരുന്നിട്ടേ നമുക്ക് കൊറേ അങ്ങനെ അന്ന് തോട് കളയും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുത്തും. അത് അതൊക്കെ ചെറിയ പുളി അത്രയില്ല. അത് നോക്കുമ്പോ എത്ര ദിവസം പണിത്താലും കഴിയില്ല. അത്രയും വലിയ പുളി കൊറേ ആകുമ്പോ നമുക്കൊരു മടുപ്പ് ഞാൻ ചെയ്യും. പിന്നെ രാവിലെ നേരത്തെ നീട്ട് 5 മണി 5:30 നീട്ട് അപ്പോഴും ചെയ്യും. അതാണ് പുളിയുടെ കഥ. അതാണ് പുളിയുടെ കഥ. കുരുക്കുത്തുണ്ട പണിയൊന്നുമില്ല. കുരുക്കെ കളഞ്ഞ് വില കുറച്ച് കൂടുന്നേ ഉള്ളു. നമ്മൾ അങ്ങനത്തെ അപ്പൊ നമുക്ക് സുഖം പിന്നെ കുത്തണ്ടല്ലോ. അങ്ങനത്തെ വാങ്ങാറില്ല. ഉള്ളതേ വാങ്ങാറില്ല. മുത്തശ്ശി കുരു ഉള്ളതാ വാങ്ങ. ഇവിടെ കുരു ഇല്ലാത്ത വാങ്ങ എളുപ്പത്തിന്. അപ്പൊ എന്നാ നമ്മളുടെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ. സാമ്പാർ പൊടി മുത്തശ്ശി. സാമ്പാർ കൂട്ടി കഴിക്കാൻ തോന്നുന്നുണ്ടോ? കുറച്ച്. അതെ ഊണ് അല്ല ഇഡലിയുടെ കൂടെ. അതെ ഊണിന് അത്ര ഇഷ്ടല്ലേ. നമുക്ക് നാളെ സാമ്പാർ ഉണ്ടാക്കാം. അതെ കുഞ്ഞാവേ ഒരു ബായ് കൊടുത്തോളൂ. ബൈ 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 ബൈ.